ചെറിയ പെരുന്നാൾ ആഘോഷിച്ച് ഒമാൻ ഒഴികെയുള്ള ഗൾഫ് നാടുകൾ റമദാൻ 29 പൂർത്തിയാക്കിയാണ് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകൾ പെരുന്നാൾ ആഘോഷിച്ചത്. ഒമാനിൽ നാളെയാണ് പെരുന്നാൾ. നന്മയുടെയും വിശുദ്ധിയുടെയും ഒരു മാസത്തെ വ്രതത്തിനൊടുവിൽ വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ മനസ്സ് നിറഞ്ഞ് സ്വീകരിച്ചിരിക്കുകയാണ്. UAE വിവിധ എമിറേറ്റുകളിലെ പള്ളികളിൽ നടന്ന ഈദ് നമസ്കാരങ്ങളിൽ UAE ഭരണാധികാരികൾ ഉൾപ്പെടെ പങ്കെടുത്തു. UAE ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കും ഭരണാധികാരികൾ പെരുന്നാൾ ആശംസകൾ നേർന്നു. പ്രാദേശിക സമയം 6:30 പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചത്. UAE മലയാളികൾക്കായി 4 ഇടങ്ങളിൽ മലയാളത്തിൽ ഖുതുബയുള്ള ഈദ്ഗാഹുകൾ ഒരുക്കിയിരുന്നു. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപമുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലെ ഈദ്ഗാഹിന് ഇമാം ഹുസൈൻ സലഫി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. നോമ്പിലൂടെ നേടിയെടുത്ത ജീവിത വിശുദ്ധി തുടർന്നുള്ള ജീവിതത്തിലും കൂടെ നിർത്തണമെന്ന് ഹുസൈൻ സലഫി പറഞ്ഞു. ലഹരിക്കെതിരെ ഒന്നിച്ച് പോരാടണമെന്നും ലഹരി ഉപയോഗത്തിന് ശിക്ഷ കടുപ്പിക്കണമെന്നും അതിനായി സർക്കാർ തല ഇടപെടൽ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ലഹരിക്ക് മതമില്ല, അതിന് ജാതിയില്ല, അതിന് വർഗമില്ല. മയക്കുമരുന്നിൻ്റെ ദൂഷ്യം അത് മാനുഷികമായൊരു വിഷയമാണ്. അതുകൊണ്ട് ഓരോ രാജ്യത്തുമുള്ള രക്ഷിതാക്കളും അവിടെയുള്ള അധ്യാപകരും അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഭരണകൂടവും എല്ലാവരും കൂടെ ഒരു പ്രദേശത്ത് ഒന്നായി ഒരു കൂട്ടായ്മ ഈ വിഷയത്തിലുണ്ടാകണം. മക്കയിലെ ഹറം പള്ളിയിലും മദീനയിൽ പ്രവാചകന്റെ പള്ളിയിലും വിശ്വാസികളുടെ പ്രവാഹമായിരുന്നു. മസ്ജിദുൽ ഹറം പള്ളിയിൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബയ്ക്കും നേതൃത്വം നൽകി. മദീനയിലെ മസ്ജിദ് നബവി പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബയ്ക്കും ഷെയ്ഖ് അബ്ദുള്ള അൽ ബുഐജാൻ നേതൃത്വം നൽകി. കുവൈറ്റിൽ പ്രാദേശിക സമയം രാവിലെ 5:56 പെരുന്നാൾ നമസ്കാരം നടന്നത്. രാജ്യത്തുടനീളം പള്ളികളിലും 57 ഈദ്ഗാഹുകളിലുമായി ലക്ഷക്കണക്കിന് വിശ്വാസികൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. ഖത്തറിലും പ്രാർത്ഥനകളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. അതേസമയം ഒമാനിൽ റമദാൻ 30 പൂർത്തിയാക്കി നാളെയാണ് പെരുന്നാൾ ആഘോഷിക്കുക. വിവിധ ബ്യൂറോകൾക്കൊപ്പം അരുൺ പാറാട്ട്, 24 ദുബായ്.